ഹായ് ഗായ്സ്, ഞാനിന്ന് വെറുതെ റൂമിലിരുന്ന സമയത്ത് ഹോസ്റ്റലിൽ ഫുഡ് കഴിച്ച് മടുത്തത് കൊണ്ട് തന്നെ പുറത്തു പോയൊരു നല്ല ഊണ് കഴിക്കാമെന്ന് വിചാരിക്കണം. ഞാൻ പേഴ്സണലി ഒരുപാട് ജങ്ക് ഫുഡിനേക്കാളും നല്ല നാടൻ ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. നല്ല ചോറും മീൻ വറുത്തതും സാമ്പാറും പപ്പടവും അങ്ങനെയൊക്കെ കൂട്ടി കഴിക്കണം എന്നാണ്. തീർന്നു, ഞെക്കിയിട്ട് കാര്യമില്ല, ഇനി ഇന്നത്തെ വരില്ല. വന്നു ഗൈസ്, വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കണം എന്നാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അപ്പം അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ അധികം പോവാറില്ലാത്ത, അതായത് ഈ ലേറ്റസ്റ്റായിട്ട് ഞാൻ പോയി തുടങ്ങി മീൻസ് ഒരു വട്ടമാണ് പോയിട്ടുള്ളൂ. നമ്മുടെ പത്തടിപ്പാലത്തുള്ള ഇല എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിക്കണം. ഇന്നൊരു ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം എന്ന് പ്ലാൻ ചെയ്യാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ റൂംമേറ്റ് ഒരു ചേച്ചിയും കൂടെ ഉണ്ടാവും. അവരെ കൂട്ടിയിട്ട് വേണം ഇനി പോവാൻ. ഫുഡ് കഴിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ ഭയങ്കര മേക്കപ്പിനൊന്നും ആവശ്യമില്ല. എന്നാലും നല്ല വെയിലായതുകൊണ്ട് കുറച്ച് സൺസ്ക്രീനും അതൊക്കെ ഇട്ടിടണം. എൻ്റെ ലിപ്പ് ഭയങ്കര പിഗ്മെൻ്റഡ് ലിപ്സാണ് കേട്ടോ. നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ള ലിപ്സാണ്. എനിക്കറിയാം ഓവറായിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഉണ്ട്. മാത്രമല്ല ഞാൻ ലിപ് ബാം ഒന്നും അങ്ങനെ ഭയങ്കര കെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളല്ലായിരുന്നു. ബട്ട് ഇപ്പോഴാണ് കുറച്ച് അതിലൊക്കെ മീൻസ് ഭയങ്കരമായിട്ട് ടാനായി തുടങ്ങിയപ്പോൾ ലിപ് ബാം യൂസ് ചെയ്യാറുണ്ട്. ലിപ് ബാം ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്, ഞാനങ്ങനെ നോർമലി ഒരുപാട് ഫേസ് വേർക്കുന്ന ഒരാളല്ല. പക്ഷേ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ മൂക്കിന് താഴെ ഇവിടെ നല്ല വേർക്കും. മാത്രമല്ല ഇട്ട സൺസ്ക്രീനൊക്കെ കൂടെ ഇവിടെ പൊട്ടി കുഴച്ച് വെച്ച പോലെ അടിഞ്ഞിരിക്കും. അതൊരു പ്രശ്നമാണ്. ബട്ട് ഐ ലൈക്ക് ദിസ് സൺസ്ക്രീൻ. ഓക്കെ, ഇപ്പം ഇട്ടത് കുറച്ച് നേരം മുന്നേ ആയതുകൊണ്ട് അത് കുറച്ച് പോയി. ലിപ്സ്റ്റിക് ആൾക്കാർ ചോദിക്കുക എന്തിനെങ്ങനെ എന്നും ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് പോയോണ്ടല്ല ചുണ്ട് കറുത്തത്. പക്ഷേ ഇത്രയും പിഗ്മെൻറ്റഡ് ആയ ലിപ്സുള്ള ഞാൻ എങ്ങനെ ലിപ്സ്റ്റിക് ഇടാണ്ട് പിന്നെ പുറത്തിറങ്ങും? അതാണ് ഒരു പ്രശ്നമേ. യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ് ലിപ്സ്റ്റിക്. ശരിയല്ല ഗൈസ്, പറയൂ. കൊള്ളാം. ഇനിയൊരു സാധനം കൂടെ ഉണ്ട്. ഇതാണ് കേട്ടോ, സ്റ്റുഡിയോന്ന് മേടിച്ചതാണ്. ഞാൻ നോർമലി അങ്ങനെ ലിപ് ഗ്ലോസ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ബട്ട് ഇപ്പോഴൊക്കെ ഇങ്ങനെ
ഓരോരുത്തരൊക്കെ ബാഡി ലുക്ക് ഉണ്ടല്ലേ, അതിൻ്റെ അകത്ത് അവരൊരു ഡാർക്ക് ലിപ്പ് ലൈനർ യൂസ് ചെയ്യും, ലൈറ്റ് കളർ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യും, ദെൻ ഇതും കൂടെ ഇടും. അത് കണ്ടിട്ട് മേടിച്ചതാണ്. പക്ഷെ എനിക്ക് ഈ സംഭവം ഭയങ്കര കാണാൻ നല്ലതാണെങ്കിലും ഇട്ട് കഴിയുമ്പോൾ എൻ്റെ ഹെയറൊക്കെ പറന്നിട്ട് ചുണ്ടിലോട്ട് പിടിക്കും. പിന്നെ ഇതിങ്ങനെ വലിയും. അപ്പോൾ ഈ മുഖം നിറയെ ഇവിടെയൊക്കെ ഇങ്ങനെ വരകളായിരിക്കും. അതാണ് എനിക്കിത് യൂസ് ചെയ്യുമ്പോഴൊരു പ്രശ്നം തോന്നിയത്. പക്ഷേ യൂസ് ചെയ്യാം. വാവ്, ഞാൻ തന്നെയല്ലേ പറയാനുള്ളൂ. അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാതെ എൻ്റെ കണ്ണിൻ്റെ അടിയൊക്കെ ഡാർക്ക്നെസ് വന്നു തുടങ്ങി. അത് മാറ്റാൻ റെമഡീസ് ചെയ്യുന്നതിനൊക്കെ നല്ലത് നേരത്തെ കിടന്ന് ഉറങ്ങുന്നതാണെന്ന് എനിക്കറിയാം. അതാണ് ആക്ച്വലി എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, ബട്ട് ഞാൻ ചെയ്യില്ല. അപ്പോൾ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കാണാം. അപ്പം ഞാൻ റെഡിയായി. ഈ ബാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, 2 ഫോണുണ്ട്. ഒരു ഫോൺ കയ്യിലും ഒരു ഫോൺ ബാഗിലും. GPay തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഫോണിലാണ്. സോ 2 ഫോൺ കൊണ്ടുപോകണം. പിന്നെ കണ്ണിന് ഭയങ്കര ചൂടെടുത്തിട്ട് വേദന എടുത്തിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരികയാണ്. സോ അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചിരിക്കുന്നത്. പിന്നെ പട്ടിഷോ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ടോപ്പും ഒരു ബ്ലാക്ക് ജീൻസുമാണ്. പോയിട്ട് വരാം. കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ട്. എൻ്റെ ഷാമ്പൂ കണ്ടീഷണറും തീർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് മുടി ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അഴിച്ചിട്ടുണ്ട് തന്നെ. സോ ഷാമ്പൂ കണ്ടീഷണറൊക്കെ മേടിക്കണം. അപ്പോൾ നമുക്ക് പോവാം. ആ ചേച്ചിയുടെ അടുത്ത് പോയി അസിസ്റ്റൻ്റ് കൂട്ടാം. ഓക്കെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ചാനലിലെ 3ാമത്തെ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും കാണാൻ വന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ കുട എടുത്തു ഗൈസ്. ബിക്കോസ് കുട എൻ്റെ ഇപ്പോഴത്തെ എസ്തെറ്റിക്സിന് ചേരില്ലെങ്കിലും വെയിലുള്ളത് കൊണ്ട് കുട നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകും. കുറച്ചധികം ഇല്ല, കുറച്ച് നടക്കാനുണ്ട്. ഒരു 5 മിനിറ്റ്സ്. അപ്പം ഇതുവരെ ഫസ്റ്റ് തുടങ്ങിയ വ്ളോഗിൽ നിന്ന് സെക്കൻഡ് വ്ളോഗിലും ഒന്നും ഞാനങ്ങനെ എന്നെ വലുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പേര് നീതു. കാണുന്നവർ മൊത്തം പുറത്തുനിന്നുള്ള സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം നമുക്കങ്ങനെ വലിയ സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ലല്ലോ. സോ എന്നാലും പറയാം, എൻ്റെ പേര് നീതു. ഞാൻ വർക്ക് ചെയ്യാണ്. ഗ്രാഫിക് ഡിസൈനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെന്താ പറയുന്നത്, അങ്ങനെയൊക്കെ പോകുന്നു. ഇങ്ങനെ യൂട്യൂബ് ചാനൽ വീഡിയോ ഇടണം, മീൻസ് കോണ്ടൻറ് ക്രിയേറ്റർ ആവണമെന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ടിരുന്നു അതൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്ന ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എവിടെയെങ്കിലേക്ക് എത്തിയേനെ. ബട്ട് അന്നങ്ങനെ തുടങ്ങാൻ പറ്റിയൊരു ഇതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അണയ്ക്കുന്നു ഗൈസ് നടന്നിട്ട്. ആക്ച്വലി വർത്താനം പറഞ്ഞ് നടന്നിട്ടാണ് ഇങ്ങനെ കിതയ്ക്കുന്നത്. അപ്പോൾ ഏകദേശം നോർമലായി. എൻ്റെ റൂംമേറ്റ് ചേച്ചി വർക്ക് ചെയ്യുന്നത് ഇവിടെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലാണ്. സോ
അവിടെ പോയിട്ട് ആളെ വിളിച്ചിട്ട് അവിടെ നിന്ന് ഊബർ ഇട്ടിട്ടാണ് നമ്മൾ പോകണം. നമ്മളെത്തി. ശരി, ആക്ച്വലി നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. ഒരു സമാധാനമുണ്ട് കാണുമ്പോൾ തന്നെ. എന്തൊരു വെയിലാണെന്നറിയോ, കരിഞ്ഞു പോകണം. ഈ തീ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അതിന് ചോട്ടിൽ നിൽക്കണ പോലെ ഉണ്ട്. കുട എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ബ്രോയിലറായനെ. സോ അവിടെ കൗണ്ടറിൽ ആളുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. വെയിറ്റ് ചെയ്യാം. ചേച്ചി കഴിഞ്ഞോ? പത്തടിപ്പാടാണോ? പത്തടിപ്പാലം ഇതാണോ? പത്തടിപ്പാലം ഇതാണോ? രണ്ടാമത്. ആദ്യത്തെ അല്ല, അത് ആലുവയാ. ഈ രണ്ടാമത്തെ ഇതല്ലല്ലോ, പൂന്തോട്ടം ഇല്ലല്ലോ. അല്ലല്ല, പൂന്തോട്ടം നമ്മൾ ഇതല്ലേ. എനിക്ക് നല്ല തണുത്ത വെള്ളം കുടിക്കാൻ തോന്നുന്നു. ജ്യൂസ് എന്തെങ്കിലും. ചോറെണ്ണം പറ്റുന്ന ജ്യൂസ് കുടിച്ചാൽ നമുക്ക് ജ്യൂസ് നല്ല രസമുണ്ട് ചേച്ചി ഇവിടെ നിങ്ങൾ കാണാൻ. നല്ല പറ്റും. കുഞ്ഞു കുഞ്ഞു ഇപ്പം ഉണ്ടാവില്ല, കുറച്ച് മുന്നേ ഇതിൻ്റെ അകത്ത് നിറച്ച കുഞ്ഞു തേനീച്ചകളില്ലേ, നിറച്ചുണ്ടായിരുന്നു. ഞാൻ ചേച്ചി ഇവിടെ ഇരുന്നാൽ കുത്തും കിട്ടുമല്ലോ. നിറച്ചുണ്ട് നോക്ക്. രസമില്ലേ ഇവിടെ? ഇവിടെ വലിയ ചൂടെടുക്കില്ല, കാരണം ഈ മൊത്തം നല്ല ചെടി നല്ല സുഖമുണ്ട്. നനയ്ക്കാൻ മാത്രമായിട്ട് ഒരാളുണ്ട് കംപ്ലീറ്റ്. ഇത് മൊത്തം നമ്മൾ വളർത്തിയതാടി. തന്നെ പടർന്ന് പന്തലിച്ച കാടും പൊന്തയല്ല, നമ്മൾ വളർത്തിയതാ. ഓട്ടോടക്ക് വരുമ്പോ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ മെയിനായ കാർത്തിക മാധവൻ സ്പന്ദനം. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ സ്പന്ദനം. ഓക്കെ, ചേച്ചി പോയി കുട കൊണ്ടുവച്ചിട്ട് വരാം. കാരണം നമ്മൾ കുടയും കൈ പിടിച്ചുകൊണ്ട് പോയാൽ അത് ഫുഡ് കഴിക്കാൻ പോകുന്നിടത്ത് വെച്ച് ചിലപ്പോൾ മറന്നു പോകും. പിന്നെ ആ കുട ഞാൻ വേറെ അടുത്ത കുട വാങ്ങിക്കേണ്ടി വരും. സോ വന്നു നമ്മൾ ഊബർ ഇട്ട്. നമ്മുടെ ഊബർ വന്നോ? ഓട്ടോയുടെ സൗണ്ട് വെക്കണ്ടല്ലോ. വരുന്നുണ്ട്. ഊബർ വന്നെങ്കിൽ അതിൻ്റെ പഞ്ച് ചെയ്തിട്ടുണ്ടാണ്. എല്ലാം ക്ലിയർ അല്ലേ? നല്ല രസമുണ്ടോ ഗായ്സ്?
നല്ല രസം തന്നെ ഫോൺ കേട്ടോ. അങ്ങോട്ട് പോയി. ഇത് കണ്ടോ, നല്ല വെയിലല്ലേ, നോക്കി നല്ല ഭംഗിയുണ്ടല്ലേ. ചേച്ചി സ്ലിമ്മായിട്ടോ, സ്ലിം ബ്യൂട്ടി. നല്ല തടി ഉണ്ടായിരുന്ന ആള് തിന്നാതെ കഷ്ടപ്പെട്ട് തടി കുറച്ചു. ചേച്ചി വരുന്നുണ്ട് 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 ഓട്ടോ വരുന്നുണ്ട്, ഓട്ടോ വരുന്നുണ്ട്. ആ ഇല്ല, ഓട്ടോ വന്നു. അയാൾ താഴത്തേക്ക്, അയാളാണ് താഴത്തേക്ക് പോയോ? ആ നമ്മുടെ ഓട്ടോ അല്ല ഗൈസ്, പറ്റിക്കപ്പെട്ടു നമ്മള്. അല്ല, ഒരു ഓട്ടോ ഇപ്പൊ താഴത്തേക്ക് പോയേ. എന്താ ഞാൻ ഇവിടെ നിന്ന് കൈ അടിക്കാൻ തുടങ്ങിയത്? അയാളെന്താ ആ വഴി പോയി എങ്ങോട്ടാ വരിക, ഇവിടെ കയറുക? ആ വഴി താഴത്തേക്ക്. ആ എന്താല്ലേ ഈ ചെടി എന്താണെന്നറിയില്ല, പക്ഷെ നല്ല രസമുണ്ടല്ലേ. നോക്കിയിട്ടെ ഇവിടെ കുറേ പൂക്കളുണ്ട് കേട്ടോ, കണ്ടില്ലേ? അത് അടുത്തത്, ഇനി അടുത്തത്. ഓ, ഇപ്പോഴാണ് നമ്മുടെ ഓട്ടോ വന്നത്. ആക്ച്വലി നമ്മൾ ചതിക്കപ്പെട്ടു, ആദ്യം നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന്. അത് വേറെ ഏതോ ഓട്ടോയായിരുന്നു. പിന്നെ വിശപ്പ് കൊണ്ട് കണ്ണു കാണാണ്ടായി എൻ്റെ. 0056. നല്ല രസമുണ്ട് കളറ്. മൂഞ്ചി ഇതിൽ ഓപ്പൺ കാണിക്കുന്നത്, ഇത് തുറന്നിട്ടില്ല. അങ്ങനെ നമ്മളെ ഉച്ചയൂണ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എടി ഇനി ഇവിടുന്ന് നേരെ മറ്റോടത്ത് കിട്ടാറോ? ഏത് വീട്ടിലൂണ്? അവിടെ പോകാൻ സമയമില്ല. പിന്നെ ലേറ്റ് ആവും. പിന്നെ എവിടുന്ന് കഴിക്കാം? വിശന്നിട്ടേക്ക് വയ്യ. ഇവിടെ കട ഉണ്ടോ നോക്കാം. ഇവിടെ ചോറിനും പറ്റിയ കടകളേതാ? അറിയില്ല നോക്കാം. വല്ലാത്തൊരവസ്ഥയായി പോയി. നമുക്ക് ആകെ 1 hour ഉണ്ടായിരുന്നുള്ളൂ. കട തുറന്നിട്ടില്ല. നന്നായി, എല്ലാവരും ഭാഗ്യം നേടി, നമ്മൾ മാത്രമല്ല. കുറേ പേര് വന്നിട്ട് തിരിച്ചു പോയെന്നുണ്ട്. പക്ഷേ എന്താല്ലേ, കഷ്ടമായി പോയി. സമയം ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സമയം ഇല്ലാത്തത് കൊണ്ട്. ചേച്ചി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി ഇവിടെ അടുത്ത് വരുന്ന നല്ല സ്ഥലമുള്ളത്. ഊണിട്ടുന്നതോ? അത് വെജിറ്റേറിയൻ, അത് വെച്ച് വേണ്ട. എന്നാലും ഒരു ചതിയായി പോയത്. നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വിടുവാണ്. മീൻ ചട്ടി. നമുക്ക് പറ്റും ഓരോ അബദ്ധങ്ങൾ. നല്ല ചോറും ചെമ്മീൻ കറി, നല്ല മീൻ വറുത്തതും ഒക്കെ കൂട്ടി ചോറുണ്ണണത് ആഗ്രഹിച്ച് ഇല്ലാത്ത വിശപ്പ് ഉണ്ടാക്കി ചെന്നപ്പോൾ കട ഓർമ്മയില്ല. അവിടെ ക്ലോസ്ഡ് ആണോ? അവിടെ വണ്ടിയൊന്നുമില്ല ചേച്ചി. ഞാൻ പറഞ്ഞില്ലേ എന്നെ അടച്ചിട്ടേക്കാം. ആ പുറകിലവിടെ ഒരു ഹോട്ടലില്ലേ? അല്ല, ക്ലോസ്ഡ് ആണോ? ചെന്ന് നോക്കാം. എന്ന് ഇറങ്ങി നോക്കുന്നത് ആണോ? മൂഞ്ചി, ദൈവം നമ്മളെ ചതിച്ചു. എന്തൊരു കഷ്ടമാണല്ലോ. ചോറിനുള്ള മോഹം നിങ്ങൾ ഉപേക്ഷിച്ചോ? ഇന്ന് ചോറില്ല. എന്നുണ്ടായിരുന്നാണ് ഒരു ദിവസം ഉണ്ടാക്കാൻ
പോണ്ടല്ലോ. ആ ബോസ് അവിടെ പോണ്ട, അവിടെ പോണ്ട. അവിടെ ചോറുണ്ടാവോ? അവിടെ ഫോണുണ്ടോ? അവിടെ ഭയങ്കര കാശ് ഇവിടെ. ഫൈനലി നമ്മളിവിടെ മീനോളജിയിൽ വന്നിക്കുവാണ്. ഇവിടെ ഓഫറാണ്, പക്ഷെ ഊണുണ്ടോയെന്ന് അറിയില്ല. ചാൻസ് കുറവാണ്, എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. നോക്കാം. വെയിറ്റിംഗ് ആണോ? രണ്ടുപേരും. ഇതെന്തൊരു ഡിമാൻഡാണ് ഇവിടെയൊക്കെ. വേറെ എവിടെ ഇല്ല, ഭയങ്കര വെയിറ്റിംഗ് ഉണ്ട്. ഇവിടെയും കൂടെ എനിക്ക് അറ്റാക്ക് വന്നതിനില്ല, വിഷമവും കൊണ്ട്. ഫൈനലി നമ്മൾക്ക് സീറ്റ് കിട്ടിയിരിക്കുകയാണ്. ഓ, എ സിയുടെ ചോട്ടിൽ തന്നെ വേണ്ടേ, നല്ല സുഖമുണ്ട്. ഇപ്പോഴാണ് എൻ്റെ കാർത്തികയുടെ മുഖം ഒന്ന് തെളിഞ്ഞത്. വലിയ ആർഭാടമൊന്നുമില്ല. നമ്മൾ ഒരു ഫിഷ് കറി മീൽസും ഒരു വെജ് മീൽസും, ചോറ് ഇതുവരെ വന്നിട്ടില്ല, ഇപ്പോൾ വരും. പപ്പടം നോക്കി അവർക്ക് ഒരു പപ്പടം ഫുള്ളായിട്ടൊക്കെ തന്നാൽ എന്താ കുഴപ്പം? കാർത്തിക ചോറ് വന്നേക്കാൻ ഞാൻ പപ്പടം മൊത്തം തീർക്കൂട്ടാം. എക്സ്പെൻസീവ് ചോറാണ്, അതുകൊണ്ട് നിറയത്തില്ല. ഫിഷ് കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ പയറുതോരൻ നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചിട്ട് വരാം. ഇത് കണ്ടോ, പയർ നോക്കി തിന്നിട്ട് വേർത്ത് ശ്വാസം വിടാൻ പറ്റുള്ള എനിക്ക്. ചേച്ചി എന്താ പറയണേ? നമ്മള് എന്തോ ഒന്ന് വേഗം പറഞ്ഞിട്ടോ. ഞാൻ എന്തോ പറയാൻ പറ്റില്ല. നമ്മൾ കയറുന്നതിനേക്കാളും മുമ്പ് കയറിയ ആൾക്കാരൊക്കെ വലിയ വലിയ സാധനങ്ങൾ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു. നമ്മൾ കഴിച്ചിട്ട് വന്നു. യെസ്, ആദ്യമായിട്ടല്ല നമ്മൾ സൈഡൊന്നും ഇല്ലാതെ വളരെ ലളിതമായി ഡീസൻ്റ് ആയിട്ട് ഫുഡ് കഴിച്ച് മിനിമം ബില്ലുമായി ഇറങ്ങിയ ഇതാണ്. ആ മിനിമം ബില്ല് എത്രയായിരുന്നു എന്നറിയോ? 431 രൂപ. ഇനി ബാക്കി രസമുള്ളൊരു കാര്യം പറയട്ടെ, 100-107 രൂപ ആയിരുന്നു ഇങ്ങോട്ട് വരാൻ. അതെ, 110 രൂപ. അതെ, ഓട്ടോ ചാർജ് മാത്രം ഇപ്പോൾ ഒരു 100-300 രൂപയുടെ അടുത്ത് എക്സ്ട്രാ ആയിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്ന് ഒരു ദിവസം ചോറ് കഴിക്കാൻ ഇറങ്ങിയതിൽ ഒരു 1000 രൂപയുടെ അടുത്ത്, 1000 രൂപയ്ക്ക് മേലെ പോയിട്ടുണ്ടാവും ചിലപ്പോൾ. അത്രയും വന്നോ? നമുക്ക് ആ തണലത്തായിട്ട് നിൽക്കാം. എന്താണല്ലേ പിടിച്ചേ. ചോറ് തിന്നു കഴിഞ്ഞപ്പോൾ തന്നെ ലിപ്സ്റ്റിക്ക് അപ്പം. ഓ, ഇത് കണ്ട എൻ്റെ മുടിയുടെ കളർ കൊള്ളാം. കോഴിപ്പൂവിൻ്റെ വാല് വന്നിട്ട്.
കാർത്തിക ബായ്. കൊട എടുക്കണല്ലേ? ഓ മറന്നു. അന്നെ സുധാകരട്ടൻ ഇതല്ല ചേട്ടാ, ഇതാണ് സുധാകരൻ. ഇതാണ് സുധാകരേട്ടൻ. ഇതാണ് സുധാകരട്ടൻ. ഞങ്ങൾ കഴിച്ച് കടയൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല അന്ന് പെരുന്നാളായിട്ട്. പോട്ടെ പോട്ടെ ചേച്ചി. മറ്റേ ഇഷ്ടം നമ്മൾ തിരിച്ചു പോവാണ്. ആരത്? അയ്യോ, എമ്മാതിരി വയറ് നിറഞ്ഞ് അമ്മാതിരി വയറ് വീർത്ത് നല്ല കുമ്പയായിരുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് റൂമിലേക്ക് വീണ്ടും നടക്കാം. എമ്മാതിരി വെയില. കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പെരുന്നാളായതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ചേച്ചി ഒരു 10 മിനിറ്റ്സ് പഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഫുഡിൻ്റെ ടൈം കഴിഞ്ഞിട്ട് കയറാൻ ലേറ്റായി. എമ്മാതിരി മാങ്ങയാലേ കാണിച്ച എമ്മാതിരി മാങ്ങ. ശരിക്കും ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് പോയതും ഞാൻ ഈ വ്ളോഗിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടപ്പള്ളിയിലുള്ള എല്ലാ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കഴിക്കാൻ പോകുന്നതെന്ന്. കാരണം യെസ്റ്റർഡേ ഈ നൈറ്റ് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. നൈറ്റ് നല്ല ചോറും ചെമ്മീനും മീൻ പൊള്ളിച്ചതും അടിപൊളി ഫുഡായിരുന്നു. ഡീസൻ്റ് ഒരു പ്രൈസിനൊക്കെ ഒരു ഡീസൻ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടായിരുന്നു ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ കണ്ടില്ലേ, ദൈവം നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്തത് മറ്റൊന്നായിരുന്നു. അതായത് എന്താ പറയുക, അവിടെ നിന്ന് ഞങ്ങൾ മീൻചട്ടി പോയി പ്രാർത്ഥിച്ചായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. തുറന്നിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല ഫുഡായിരുന്നു. പക്ഷെ അവിടെയും തുറന്നില്ല. ലാസ്റ്റ് മീനോളജിൽ ഓൾറെഡി നമ്മൾ പോയിട്ടുള്ളതാണ്. കുറച്ച് എക്സ്പെൻസീവാണ്. ബട്ട് ഞങ്ങൾ ചോറ് മാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം കിട്ടി. പിന്നെ എന്താ പറയുക, നല്ല ഫുഡായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് നമ്മൾ സൈഡായിട്ടൊന്നും, അതായത് ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ കക്കയിറച്ചിയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മളെപ്പോഴും വാങ്ങുന്നുണ്ട്. ഇതൊന്നും വാങ്ങിക്കാതെ ഫുഡ് കഴിക്കുന്നത്. പക്ഷെ നല്ല ഫുഡായിരുന്നു. കാരണം ചേച്ചി ഫിഷ് കറി മീൽസും ഞാൻ നോർമൽ മീൽസും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോർമൽ മീൽസിൽ തന്നെ ഒരു പയർ തോരൻ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പപ്പടം, ചമ്മന്തി, വേറെ എന്തൊരു പരിപ്പിട്ട ഒരു കറി, അതേപോലെ തന്നെ വേറെന്താ, അങ്ങനെ കുറച്ച് കറികളുണ്ടായിരുന്നു. നല്ലതായിരുന്നു. പക്ഷേ ചേച്ചിയുടെ ഫിഷ് കറി മീൽസ് തന്നെ ഞങ്ങൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ എക്സ്പെൻസീവ് ആയത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് നേരെ എടപ്പള്ളി പത്തടിപ്പാലത്ത് പോയി അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ മീൻചട്ടി പോയത്. അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ മീനോളജി, അവിടെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ 110 രൂപയെ അവിടെ നിന്ന് ഭിന്നിച്ചപ്പോൾ ഏകദേശം 1000 അടുത്ത് തന്നെ നമ്മൾ ഓട്ടോ കാശ് കൂടെ ചേർത്തിട്ട് ഇപ്പോൾ ഈ മീനോളജിയിൽ കഴിക്കാൻ പോയടുത്ത് 400 സംതിങ് ആണ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ പോയതൊന്ന് കുറച്ച് എക്സ്പെൻസീവായി ആക്ച്വലി. ബട്ട് എന്തായാലും ഫുഡും കൂടെ മോശമായിരുന്നെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം
മൂഞ്ചിയാനായിട്ടോ ഭയങ്കരമായിട്ട് മൂഞ്ചി കൊണ്ടുവരണം. ബട്ട് ഫുഡ് നല്ലതായിരുന്നുകൊണ്ട് ഞാൻ ഹാപ്പി, ചേച്ചി ഹാപ്പി, എല്ലാവരും ഹാപ്പി. എനിവേ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പറയണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലുമൊക്കെ ഒന്ന് ചുമ്മാ ചെയ്യുന്നേ, എന്നാലാണ് എനിക്ക് ഇതേപോലത്തെ വീഡിയോസ് ഇടാൻ ഇനിയും തോന്നത്തുള്ളൂ. സോ അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ.